ഗൈസ് നോക്കൂ, അങ്ങനെ വിട്ട് ഞങ്ങൾ അങ്ങനെ ഫൈനലി ഹൈദരാബാദ് എത്തിയിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, ഹൈദരാബാദ് ഡ്രസ്സിലോട്ട് നിക്കറിലോട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. ഗൈസ് നോക്കൂ, അതായത് നമ്മുടെ വണ്ടി ഇന്ന് വൈകുന്നേരം എത്തുമെന്നാണ് അറിയിച്ചത്. പക്ഷേ ഇന്നലെ അറിയിച്ചു നമ്മുടെ വണ്ടി ഡിലേ ആണ്. നാളെ, അതായത് ഇന്ന് കഴിഞ്ഞ് നാളെ എത്തത്തുള്ളൂ. പരിപാടിയെല്ലാം പാളി. നാട്ടിൽ നിന്ന് ദീപുവിന് എല്ലാം വിളിച്ചു വരുത്തി. എല്ലാവരും ബാംഗ്ലൂരുണ്ട് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി. ഒരു വണ്ടി ഞാൻ ഓടിക്കുന്നു, ഒരു വണ്ടി ദീപു ഓടിക്കുന്നു. ഇങ്ങനെയായിരുന്നു നമ്മുടെ പ്ലാന്. നമ്മുടെ ഇനിയും ഒരു വണ്ടിയും കൂടെ വരാനുണ്ട്, അത് വരട്ടെ. അത് കൂടാതെ നിങ്ങളെല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ സ്റ്റാലിൻ എടുത്തിട്ടില്ല, SMLൻ്റെ ആംബുലൻസ് എടുത്തിട്ടില്ലെന്നാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പം നമ്മൾ ഇതിപ്പം ഡിസംബർ ജനുവരി ആദ്യം 10-ാം ക്ലാസ്സിന് തിരിച്ചു പോകും നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടി. നമ്മുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ പ്രോസസ്സിങ്ങിലാണ്. എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് അഭിപ്രായമുണ്ട്. അതായത് കമന്റ് ബോക്സിൽ ചില നല്ല ആൾക്കാർ പറയുന്നു ഞങ്ങൾ വണ്ടി എടുത്തില്ലെന്ന് പറയുന്നത്. അവരോട് പറയുന്നത് നമ്മൾ ജനുവരി ഫസ്റ്റ് വീക്ക് നിങ്ങൾ കണ്ടോളൂ. നമ്മുടെ കേരളത്തോട് നമ്മുടെ കണ്ണൂർ ഞങ്ങളുടെ വീട്ടിലോട്ട് ഞങ്ങളുടെ വണ്ടി 2 എണ്ണം ഒരുമിച്ചാണ് കൊണ്ടുവരുന്നത്. നോക്കൂ, അപ്പം നമ്മൾ വണ്ടിക്ക് അഡ്വാൻസ്. അപ്പൊ ചിലർ പറയും അഹങ്കാരം കയറിയെന്ന് പറയും. ഗൈസ്, ഞങ്ങൾ ഇത്രയും നാളും ഒരു വണ്ടി ഒന്നും എടുക്കാതെ വീട്ടിൽ അടങ്ങിയിരുന്നു. അപ്പൊ എല്ലാ നാട്ടുകാരും ഈ കമന്റ് ബോക്സ് എല്ലാം പറഞ്ഞു അവന്മാര് തീർന്നു, അവന്മാര് പൊട്ടി. ഒരു 2 വണ്ടി എടുത്തപ്പോ പറഞ്ഞ ആൾക്കാർ പറഞ്ഞു അവന്മാർക്ക് ഒടുക്കത്തെ അഹങ്കാരമാണ്, മുങ്കാണ് എല്ലാം ഇങ്ങനെ പറയും. അതായത് വണ്ടി എടുക്കാതിരുന്നാ പറയും പൊട്ടി, തകർന്നു, തീർന്നു. വണ്ടി എടുത്തപ്പോൾ അഹങ്കാരം, കാശിന്റെ കുങ്ക, ഇമാർക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഗൈസ്, എപ്പോഴും നമ്മൾ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അതുകൊണ്ടാണ് അടുത്ത കാര്യം പറഞ്ഞു. ശരിയാണ്, കമന്റ് ബോക്സിൽ ഞങ്ങളുടെ തന്തയ്ക്കും നമ്മുടെ തള്ളയ്ക്കും നമ്മുടെ ഇത് വിളിക്കുന്ന ആർക്കും വിഷയമില്ല. ഫേസ്ബുക്കും അതിൽ യൂട്യൂബ് എടുത്തു വെക്കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 30-40 പേരെ നമ്മുടെ തന്തയ്ക്ക് വിളിക്കും. ഞങ്ങൾ രണ്ടുപേരും വീഡിയോ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു തെറി വിളിച്ചാൽ എല്ലാവർക്കും വിഷയം. അവൻ വിളിച്ചാൽ നമ്മൾ വിളിച്ചാൽ ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ ഇപ്പോൾ ഉള്ളത് ഹൈദരാബാദിൽ നിന്ന് ടൗണിൽ നിന്ന് ഇറങ്ങി കുറച്ച് പുറത്താണ്. നമുക്ക് നല്ലൊരു ഹൈദരാബാദി ബിരിയാണി കഴിക്കണം. പിന്നെ അത് കൂടാതെ ഹൈദരാബാദിന് എനിക്ക് അഭിപ്രായമില്ല പറഞ്ഞാൽ ഹൈദരാബാദിനെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്. ഹൈദരാബാദിൽ ശരിക്കും കഴിക്കുമ്പോൾ കല്യാണ ബിരിയാണി കഴിക്കണം. കല്യാണ ബിരിയാണി ബീഫ് ചില സ്ഥലങ്ങളിൽ കിട്ടും. അത് സാധനം കിട്ടുക്കാച്ചി കേട്ടോ. ഇപ്പൊ പല സ്ഥലത്ത് ഹൈദരാബാദിലാണെങ്കിൽ ഈ പറഞ്ഞ ബീഫ് ബിരിയാണി ഒന്നും എല്ലാ സ്ഥലത്തൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ 2021-ലോ 20-ലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ പല സ്ഥലത്തും ചോദിച്ചാൽ കിട്ടുമായിരുന്നു കല്യാണ ബിരിയാണിയാണ് ഇവിടെ വന്നിട്ട്. പക്ഷെ അതില്ല. കല്യാണി ബിരിയാണി അങ്ങനെ കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി നമുക്ക് ഹൈദരാബാദ് ബിരിയാണി കഴിക്കണം. എന്നിട്ട് നേരെ ബാംഗ്ലൂരിന് ഓടിക്കണം. അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ പ്ലാനും പദ്ധതിയൊക്കെ പാളി. അപ്പോൾ പരമാവധി നമ്മൾ എത്രത്തോളം ഡിലേ അടിച്ച് പോകാൻ പറ്റുമോ അത്രത്തോളം ഡിലേ അടിച്ച് നമ്മൾ സ്ഥലങ്ങളൊക്കെ. ഒരു കാര്യം ഞാൻ പറയാം, ഹൈദരാബാദും അതുപോലെ തന്നെ പിന്നെ ആന്ധ്രയും ഭയങ്കരമായിട്ട് നീറ്റായിട്ട് ടോപ്പാ നോക്ക് അല്ലേ. ഗൈസ്, നമ്മുടെ ചെറുക്കനോട് കിടപ്പുണ്ട്. നമ്മുടെ ചെറുക്കൻ്റെ ഒരു വിഷയമുണ്ട്, എന്നറിയാമോ? ഈ ഇതില്ലേ നിപ്പിൾ എന്നാണോ എന്നാ പറഞ്ഞത് എനിക്ക് കേട്ടിട്ടില്ല. നെക്കിൻ്റെ അകത്ത് ചെറിയ ലൂസ് ഉണ്ട്. അങ്ങനെ എയർ ലീക്ക് ആകുന്നുണ്ട്. ഒരു 3 ദിവസമൊക്കെ ടയറിന് എയർ നിൽക്കുന്നുള്ളൂ. അപ്പം അതൊന്ന് സെറ്റപ്പ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഇതുണ്ട്, ഇവിടെ ഒരു ചെറിയ രീതിയിൽ പെയിൻറ്റ് പോയിട്ടുണ്ട്. അത് വണ്ടി എടുത്തപ്പോൾ ഉണ്ടായിരുന്നതാണ്. അതൊന്ന് പെയിൻറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ മിററിൻ്റെ ഇവിടെ ഒരു പെയിൻറ്റ് ചെയ്യാനുണ്ട്. ഈ 2 പരിപാടിയാണ് നമുക്കുള്ളത്. ഞങ്ങളൊരു പഴയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ പറയും അവന്മാരത് അടുത്ത ആക്രി എടുക്കാൻ വേണ്ടി പോകുന്നു, അതുപോലെ അടുത്ത വഴിക്ക് എടുക്കാൻ വേണ്ടി പോകുന്നു, ഇനി എല്ലാം വിഷപ്പ് വീടിയാന്ന് പറയും. അവസാനം ഞങ്ങളൊരു നല്ല വണ്ടി എടുത്തു കഴിഞ്ഞപ്പം അമ്മ കാശിൻ്റെ കിഴപ്പ്, കുന്തിളിപ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്താ ആൾക്കാരൊക്കെ വിചാരം ആലോചിച്ച് നോക്കി. ഞാൻ അറിയില്ല കേട്ടോ എന്താ എല്ലാവരും ഇങ്ങനെ പറയുന്നതെന്ന്. നമ്മളൊരു പഴയ വണ്ടി എടുത്താൽ പറയും അത് വഴിക്കെടുക്കാൻ ഇനി വർക്ക്ഷോപ്പ് വീടിയാന്ന് പറയും. നമ്മളൊരു നല്ല വണ്ടി എടുത്താൽ പറയും അഹങ്കാരം, കാശിൻ്റെ കുന്തളിപ്പാന്ന്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പല ജനം പല ജനം ബഹുവിധം. വേറെ കാര്യമുണ്ട്, ഈ കമന്റ് അടിക്കുന്നവരും കാര്യങ്ങളൊന്നും അവര് ഒരു ദിവസത്തിൽ 24 മണിക്കൂറും അല്ല 15 മണിക്കൂർ ഉറങ്ങും. ഞങ്ങളെന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ 5 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ. ഞങ്ങള് ദിവസം പരമാവധി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യം അതാണ് ഗൈസ്. നമ്മള് ഉറക്കോ ഊണൊന്നുമില്ല, നമ്മളിങ്ങനെ സമയം നോക്കി. ആൾക്കാർ എല്ലാവരും പറഞ്ഞു ഇവിടെ ഇപ്പോൾ ഒരാൾ വഴി കിടന്ന് ഈ വണ്ടി ശരിയാക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും ദേഹത്ത് ചെളിയിട്ട് നാണക്കേടാന്ന് പറഞ്ഞാൽ ആരും ശരിയാക്കുക. ഞങ്ങളുടെ അവസാനം ഞങ്ങൾ വേണം ഇവിടുന്നും പണിയെടുക്കും, ഇവിടുന്നും പോകും. ഞങ്ങളുടെ കാര്യങ്ങൾ പരമാവധി പല രീതിയിൽ ചെയ്ത് ശ്രമിക്കും. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലും പോകണം. കാരണം ഞങ്ങൾക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കാനുണ്ട്. അത് നിങ്ങളോട് പറയാൻ മറന്നുപോയി. അത് അപേക്ഷിച്ച് നമുക്ക് പാസ്പോർട്ടിൻ്റെ കാര്യം ശരിയാക്കണം. കാരണം ഒരു വണ്ടി യൂറോപ്പിൽ കിടക്കുകയാണ്, നമ്മുടെ SS നെപ്പോളിയൻ. അപ്പോൾ ഇത്രയും കാര്യം പറയാനുള്ളൂ. നമുക്ക് നേരെ പോവാം. അപ്പം നമ്മൾ നേരെ വണ്ടി എടുക്കാൻ പോവാണ്. തുമ്പിയുടെ കൂട്ടുകാരൻ കുളവിയും അല്ലേ, തുമ്പിയുടെ കൂട്ടുകാരൻ കുളവിയും വരണം.
അല്ല ലിവിനെ അതെ. ഒരു 10 മിനിറ്റ് ഫോണിലാണ് ഒരു ഫോൺ ചർച്ചകളിലാണ് ഗൈസ്, ചർച്ചകളിൽ. ആ ചർച്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകാൻ വേണ്ടി ഈ വഴിയിൽ നിന്ന് എങ്ങനെ നമുക്ക് പോകേണ്ടത് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയാണ്, പക്ഷെ ഇതിന്റെ 10 രൂപ വൃത്തി കേട്ടോ. ആന്ധ്ര. ഓ പക്ഷേ ഇതേ ശബരിമലയ്ക്ക് പോകുന്നു. പക്ഷേ ഇതേടാ നമ്മൾ ശബരിമലയ്ക്കിലേക്ക് പോകുന്ന കേട്ടോ. അതെ 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 വന്നു. നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. തുമ്പിയുടെ കൂട്ടുകാരൻ കുളവിനെ വിളിക്കേ. ആ വരുന്നുണ്ട്. എടാ വാടാ കുളവി. മൂക്കുത്തി എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ പരിപാടി എല്ലാം പാളിയില്ലേ? വണ്ടി വന്നിട്ടില്ല, വണ്ടി പോയി. പക്ഷെ ഞങ്ങൾക്ക് ബാംഗ്ലൂരേ ഒരു വണ്ടി കാണാണ്ടേ, ഒരു കിഡിലെ സാധനമാണ്. ഞാൻ നിങ്ങളോട് പറയാം അവിടെ ചെന്നിട്ട്. എന്നിട്ട് ഞങ്ങളത് സംഭവമായിട്ട്, അതായത് ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. നമുക്കൊരു ബിരിയാണി കഴിക്കണ്ടേ ഹൈദരാബാദി? സമയം 12. 1 മണിക്ക് എല്ലായിടത്തും ദമ്മ് പൊട്ടിക്കുന്നത്. പൊട്ടിക്കുന്ന സമയത്ത് തന്നെ കയറി ചെല്ലണം. അതെ, അങ്ങനെ അവരുടെ ബിരിയാണി ഫുള്ള് കച്ചവടമായി തീരണം. അതെനിക്കറിയത്തില്ല. അറിയത്തില്ല. ഇത് മൊത്തം കടയാണ്. പുറകിലോട്ട് പാരഡൈസ് ആയിരുന്നു, അത് ഇനിയിപ്പോ ഒത്തിരി പുറകോട്ട് പോകാം. വേണ്ട, ഫ്രണ്ടിലേക്ക് പോകാലോ. നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ഒരു നല്ലൊരു ബിരിയാണി, ഒരു ഹൈദരാബാദി ബിരിയാണി കഴിക്കണം. അതാണ് നമ്മൾ ഇതിൽ. അതിന് ശേഷം ഇന്ന് ഗൈസ് ഒരു കാര്യം പറയട്ടെ. ദീപുവിനോട് പറഞ്ഞു 4 മണിക്ക് വന്ന് അവിടെ നിൽക്കണമെന്ന്. ഞങ്ങൾ 8:30 എത്തുമ്പോൾ പുള്ളിന്റെ വീഡിയോ ഒന്നും കാണാറില്ല, അതുകൊണ്ട് ഒരു വിഷയം എന്തും പറയാറില്ല. വേറെ കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹൈദരാബാദി ബിരിയാണി കഴിച്ചു. അത് ഡൽഹി ഹൈദരാബാദി മിസ്. അത് മുരകരാതി ആയിരുന്നു. ഒന്നും കൊള്ളൂലാത്ത ബിരിയാണി. റോഡ് നന്നായില്ലേലും ടോളുകാർ നന്നാകട്ടെ, അതാണ് ഞങ്ങളുടെ സ്വപ്നം. ഞങ്ങൾ കണ്ട സ്വപ്നം അതാണ്. നമ്മളെ റോഡ് നന്നായാലും ടോളുകാർ നന്നാവണം. പക്ഷെ ഇതിന് എനിക്ക് അഭിപ്രായമുണ്ട്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞോട്ടെ. അത് ഈ ടോളുള്ളാരനല്ലേ ഈ റോഡൊക്കെ നന്നായി കിടക്കുന്നത്. അതെ, ഇല്ലേ റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞ് ആര് പണിയാൻ വേണ്ടിയാ ഗൈസ്? അതായത് ഈ ടോള് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിന്നെ ടോളോട് ടോളാട്ടോ. നമ്മളിപ്പോ സത്യം പറഞ്ഞാൽ നമ്മുടെ വണ്ടി എത്ര രൂപയുടെ റീചാർജ് ചെയ്തതാണ് മൊത്തം? ഇപ്പൊ അല്ല, മൊത്തം എത്ര രൂപയാണ് അപ്രോക്സിമേറ്റ്? നാട്ടിലത്തെ അല്ലല്ലോ, നമ്മള് മറ്റേ അങ്ങോട്ട് പോയത് എല്ലാം കൂടെ കൂട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു 6,000-7,000 രൂപ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അബദ്ധം പറ്റിപ്പോയതാ. അബദ്ധം പറ്റിയ കേന്ദ്ര സർക്കാരിന്റെ മറ്റേ സാധനം ഉണ്ട് 3000. അത് ചെയ്താൽ മതിയായിരുന്നു. മണ്ടത്തിനെ പറ്റിപ്പോട്ടോ. നമ്മൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ കുറേ ടോളുകൾ കിടക്കും. ഈ ടോളുകൾ കടന്നാണ് നമ്മൾ മുന്നോട്ട് പോവുക സുഹൃത്തുക്കളെ. അപ്രോക്സിമേറ്റ് നീ അത് പറയരുത്. അല്ല, അപ്രോക്സിമേറ്റ് എന്റെ വിശ്വാസം 800 കിലോമീറ്റർ ഇനിയില്ല തുമ്പി, അല്ല 500. ബാംഗ്ലൂർ 700 സംതിങ് 400 സംതിങ് ഉണ്ട്. 700 സംതിങ് ഉണ്ട്. 700 നിങ്ങൾക്ക് ബെറ്റ് വെക്കാനുണ്ടോ? എന്തിനു വെക്കാം? അക്കൗണ്ട് പറ്റില്ല. ഞങ്ങൾ മുതൽ മാത്രമല്ലല്ലോ. അയ്യോ വേണ്ട. കഴിച്ചത് കണ്ടോ ഈ സാധനം? ഇത് നല്ല കേട്ടോ. ഇത് വണ്ടിയുടെ ഞങ്ങൾക്ക് ഉണ്ട്. ഇതുണ്ട് ഷെയ്ഡ്. ഇതാ MLA പിടിപ്പിച്ച. ഇതൊന്നും ഞങ്ങളുടെ ഒന്നും അല്ല. അല്ലേ നമ്മൾ എവിടെ പിടിച്ചല്ലേ MLA കീ. ഈ വണ്ടി നമ്പറിനൊക്കെ ഇത്ര ഡിമാൻഡ് ഉണ്ടെന്ന് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ടോ മനസ്സിലാക്കുന്നത്. നമ്മുടെ വണ്ണ് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ എന്താന്നറിയില്ല, ആൾക്കാരൊക്കെ ഇത് മാറുക. കൈസ് അടുത്ത പ്രാവശ്യം എങ്ങനെയാലും പട്ടണ കിടന്നിട്ടാലും വണ്ണ് പിടിക്കണം. കേരളത്തിൽ അതിനുള്ള വാല്യൂ ഒരു 50,000 രൂപ 1,00,000 രൂപയ്ക്ക് പരിപാടി വണ്ണ് കിട്ടുമോ? വിളിക്കാൻ ആള് കുറവായിരിക്കും. ഞങ്ങളവിടെ കുറെ പൈസക്കാരുണ്ടെന്ന് എല്ലാരും വിഷയ. അതായത് ഇല്ലില്ല, അവിടെ 2-3 പൈസക്കാരുണ്ട്. അവർ നിരത്തി വിളിക്കും. ഇന്നേ വരെ ന്യൂസിൽ വല്ലതും വന്നിട്ടുണ്ടോ? പിന്നെ നിങ്ങളവിടെ വണ്ണ് എത്ര? ഞങ്ങൾ വന്നിട്ടില്ല. ഞങ്ങൾ വന്നിട്ടുണ്ടല്ലോ. കണ്ണൂർ ഇരിട്ടി ക്ലീന്ദ്ര സ്വദേശികളായ എബിനും ലിബിനുമാണ് വാഹനം മോഡിഫൈ ചെയ്തത്. വിളിക്കണം. 50 അല്ലെങ്കിൽ ഒരു 75 കിട്ടും. 1 രൂപ കിട്ടും. ഇനി 2 ദിവസം ലിബിന് ഉറക്കം ഉണ്ടാവില്ല. ഞാൻ വണ്ണ് ലേലം വിളിക്കാന്ന് പറഞ്ഞല്ലോ. ഇനി ആലോചിക്കും വിളിക്കുവോ? ഇതിന് വണ്ണ് ലേലം വിളിക്കാം. കിട്ടുവോ അറിയില്ല, നോക്കാം. കിട്ടുന്ന പണം പോട്ടെന്ന് പവർ വരട്ടെ. അതെ, അത് ശരിയാട്ടെ. പക്ഷെ പണമില്ല. ലോൺ എടുത്തിട്ടാണ്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഉള്ളതും ഞങ്ങളുടെ അടുത്ത് ഇല്ലാത്തതുമായ സാധനമാണ് പണം. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മൾ നേരെ പോകാൻ തീരുമാനിച്ചു. നമ്മൾ ഇനി അടുത്തൊരു ബിരിയാണി കടയിൽ നിർത്തത്തുള്ളൂ. ഓക്കെ 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 ഓക്കെ. പല സ്ഥലത്തും ഫ്ലൈ ഓവറിന്റെ വർക്ക് നടക്കുന്നുണ്ടേ. അതുകൊണ്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ചില സ്ഥലത്തൊക്കെ ബ്ലോക്കാണ്. ബിരിയാണി എൻ്റെ ഒറ്റ ഇതോളൂ. എനിക്ക് ഹൈദരാബാദി ദം ലിവിൻ നമ്മുടെ നാട്ടിലെ ബിരിയാണി കഴിക്കുമല്ലോ, ഇവിടുത്തെ ബിരിയാണി കഴിക്കും. ഗതികേട് കൊണ്ടാണോ സൂപ്പർ ബിരിയാണി എന്ന് വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ ആ ചിക്കന്റെ കൺസിസ്റ്റൻസി കണ്ടില്ലായിരുന്നു. കൺസിസ്റ്റൻസി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കടികട്ടിയുള്ള വാക്ക് പറയുമ്പോ ഈ മെൻഡോസ വായിലിടണം, ചവച്ചോണ്ട് പറയണം അല്ലേ ഗൈസ്? നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക്. എല്ലായിടത്തും ഈ ബിരിയാണിയുടെ പോസ്റ്റർ ഗൈസ്. ഇത് നമ്മുടെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഫുഡുകളിൽ ലോകത്ത് ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം, അതായത് ലോക ജനത
ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതിൽ ഹൈദരാബാദി ബിരിയാണിയും കഴിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ ബിരിയാണി എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ റിവ്യൂയും ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന ബിരിയാണി ഹൈദരാബാദി ദം ബിരിയാണി. ഇത് ആൾക്കാർ തെറി വിളിക്കല്ലേ, കാര്യം തന്നെ അല്ലല്ല മൂക്കുത്തിൽ അവന്റെ പേര് മറ്റേ കുളവി, തുമ്പിയുടെ കൂട്ടുകാരൻ കുളവി. അതെ, അവന്റെ കൈയൊന്നും പൊങ്ങത്തില്ല, 5 മോതിരം കർത്താവിശ്വസിക്ക ഇട്ടിട്ടില്ല ഇങ്ങനെ. എന്തായാലും വയലിൽ നമുക്കൊരു ബിരിയാണി കഴിക്കണം. എനിക്ക് കണ്ടറിയാം. ഇവിടെ എവിടെയാ? ഇവിടെ ഇല്ല, പാർക്കിംഗ് അത്. ഗൈസ് ഇവിടുത്തെ ഒരു രീതി എന്ന് വെച്ചാൽ യാത്ര കണ്ടോ, നമ്മുടെ നാട്ടിലാണ് MPD ഇപ്പോൾ അവരെ കുറ്റി കയറ്റിയാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ യാത്ര ചെയ്യാൻ പാടില്ല. അതായത് ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ, ആൾക്കാരൊക്കെ ഈ രീതിയിലാണ് പോകുന്നത്. ഇനി അങ്ങോട്ടും ഉണ്ടോ, അത് അവിടെ ഇവിടെ ഇതെല്ലാം. എന്തുകൊണ്ടാണെന്നറിയാം നമ്മുടെ ഇങ്ങനെ പോകരുതെന്ന് പറയുന്നത്? കാരണം വെച്ചാൽ എന്തെങ്കിലും ചെറുതായ ഒരു സാധനം വണ്ടി ഓടുന്നിട്ട് കൊണ്ടു കഴിഞ്ഞാൽ തല പൊളിഞ്ഞു പോകാൻ എന്ത് ചാൻസ് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ സൺറൂഫ് ഇല്ലേ, ഓപ്പൺ ആക്കിയിട്ട് ബുദ്ധിയുള്ള ആരും പിള്ളേരെ മക്കളെ ഫാമിലിയിലുള്ള ആരും മേലിൽ കയറ്റി നിർത്തിയിട്ട് സ്പീഡിൽ പോകത്തില്ല. ഒരു ചെറിയ റൂബിക്ക വന്നടിച്ചാൽ മതി, അതിന്റെ ഒരു അഘാതം നിങ്ങൾക്ക്. ഇപ്പം ഭാര്യയും ഭർത്താവും പ്രശ്നമുണ്ട്, ഭാര്യയോട് ഭർത്താവ് പറയും നീ മേളിൽ കയറി ഇരുന്നോളൂ. അപ്പം ഭാര്യ ഒരിക്കലും മേളിൽ കയറി. പ്രിയപ്പെട്ട ഭാര്യമാരെ, നിങ്ങൾ ഒരിക്കലും കയറി നിൽക്കരുത്. അതേസമയത്ത് ഭർത്താക്കന്മാരെ നിങ്ങളും കയറി നിൽക്കരുത്. കാരണം ഇത് നിങ്ങൾക്ക് 2 പേർക്കുമുള്ള ട്രോഫിയാന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നല്ല കിഡിലുണ്ട് ഓട്ടോ, ഫുള്ള് പണിത് സെറ്റപ്പ് ആക്കിയ ഓട്ടോ. ആ സോറി ഗൈസ്, പറഞ്ഞാലും ഞാൻ തിരിച്ചെടുത്തു കേട്ടോ. ഇത് കംപ്ലൈന്റ് കണ്ടെയ്നറാ. ഇതെന്ത് ഇങ്ങനെ കൊണ്ടുവന്ന ആരെങ്കിലും നേരത്തെ ഞാൻ തീർന്നു. ഷട്ടറാണ് അലിവിനെ, ഷട്ടറാ അത്. അങ്ങനെ അറിയില്ല, ആ ഉള്ളിൽ കൂടെ കമ്പി ഇട്ട് കണ്ടില്ലായിരുന്നോ? കമ്പി ലോക്കാക്കി പിടിക്കും. തുമ്പിച്ചേട്ടാ ഒന്ന് പറഞ്ഞു കൊടുത്ത്. കമ്പി കേസിനെ കുറിച്ച് പറയാൻ ഏറ്റവും എളുപ്പം, ഏറ്റവും പറയാൻ അറിയാവുന്ന തുമ്പി. തുമ്പിയും അതുപോലെ തന്നെ കമ്പിയും രണ്ടും ഒന്നാ. പറ 2 കമ്പി കഥ പറ. അത് പൊക്കിക്കൊണ്ട് പോയതാ. 2 കഥ പറയാട്ടാ. കമ്പി കേസ് രണ്ടും പറ. ഏതിന്റെ? അത് നിങ്ങൾ JSW ഏറ്റവും നല്ല കമ്പി എന്ന് എനിക്കറിയാം. കേട്ടിങ്ങനെ ഇരിക്കാതെ വേറെ വല്ല പരിപാടി. ചേട്ടാ ഏറ്റവും നല്ല ഉരുക്കം നല്ല ശക്തിയോടുള്ള JSW ടാറ്റയുടെ കമ്പിയാ നല്ലത്. ഏറ്റവും നല്ല കമ്പി ടാറ്റ കമ്പി. ഞാൻ പറയുന്നത് JSW കമ്പി ഇങ്ങനെ നന്നായിട്ട് നല്ലത് ടാറ്റ കമ്പിയാടാ. ടാറ്റ കമ്പിയാ? നിങ്ങൾ എന്നാ അഭിപ്രായം പറയുന്നത്? ടാറ്റ തെലങ്കാന, ആന്ധ്ര ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഭയങ്കര രസമായിട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ. സത്യം പറഞ്ഞല്ലോ, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരാൻ നേരത്ത് ആ സൗത്തിൻ്റെ ഫീലിംഗ് കറക്റ്റ് നമുക്ക് ഇവിടെ വരാൻ കിട്ടും കേട്ടോ. കാരണം പൊടിപടലങ്ങളില്ല, നീറ്റ്നെസ് ഉണ്ട്, വൃത്തിയുണ്ട്, അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ സൗത്ത് തന്നെയാണ് ഇത്രയും കൂടെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് കേരളമാണ്. കേരളത്തിന് ഏറ്റവും നല്ലത് കേരളമാണ്. അത്ര ബ്യൂട്ടിഫുള്ളും അത്ര ഭംഗിയുള്ളതും ഒരു സ്ഥലം വേറെ എവിടെ. ആന്ധ്ര ഒക്കെ ഇങ്ങനെ മാറിപ്പോയെന്ന് പറഞ്ഞാൽ അല്ലല്ലോ ഇവനെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോകുന്ന ആന്ധ്രയുടെ ഒക്കെ വൃത്തി കണ്ടേ, ഏറ്റവും കൂടുതൽ ഇവിടെ വരാൻ നേരത്തെ നമുക്ക് വൃത്തി ഉണ്ടോ ഇല്ലയോ എന്നൊരു ഷോപ്പിൽ കാണാൻ നമുക്കറിയാൻ പറ്റും. പാനാപ്പൂരി ഷോപ്പില അവിടുത്തെ വൃത്തി എന്ന് വെച്ചിട്ടുണ്ടോ ഇല്ല, എന്നാ വൃത്തിയാണെന്നറിയാമോ? ഒരു 1.5 വൃത്തി കേട്ടോ അവിടുത്തെ വൃത്തി. ഇല്ലാണെങ്കിലോ വൃത്തിയുടെ വില്ലും 50 സാധനത്തിന് 150. അത് വേറെ കാര്യമുണ്ട്. നമ്മളിപ്പം നല്ല വൃത്തിയുള്ള നല്ല വലിയ കടയിൽ കയറിയിട്ട് നമ്മൾ പറയാം നമുക്ക് ഇത് 50 രൂപയ്ക്ക് തരാൻ പറഞ്ഞാൽ അവർ തരുമോ? ഇല്ല. അതേസമയം കാശ് കൊടുത്താൽ നല്ലത് കിട്ടും. കാശ് നമ്മൾ എത്രത്തോളം കുറച്ച് കൊടുക്കുന്നു അത്രത്തോളം കുറച്ച് നമ്മുടെ നാട്ടിലേ നടക്കത്തുള്ളൂ കേട്ടോ. റോങ് സൈഡ് പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു. ദൈവമേ, ഇത്രയും വലിയ വണ്ടി ഹൈവേയിൽ റോങ് സൈഡ്. ഇങ്ങനെയൊക്കെ സാധനം കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ പോകണം. ചോദിച്ചു നോക്കിയാൽ ഇത് ഏത് എന്നിങ്ങനെ സംഭവം എന്നുള്ള ഇതെന്താ ഇത്? വോൾവോ റോങ് വരുന്ന നോക്കി എനിക്ക് നമ്മുടെ പാർക്കിംഗ് ഉണ്ടാവില്ലടാ. പാർക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കും. ഇത്ര കിലോമീറ്റർ ഇവർക്ക് ഓടാനും 30 കിലോമീറ്റർ ഇവർക്ക് പെർമിറ്റ് കിട്ടും. 30 അങ്ങനെ എന്താ റൂൾ. പിന്നെ ലൈൻ കമ്പി പൊക്കുന്നതിന് വലിയ കമ്പിങ്ങാനും പൊക്കി കഴിഞ്ഞാൽ എത്രയോ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപരിഹാരം കൊടുക്കണം. നീ എവിടെ വേണമെന്ന് ചോദിച്ചോ, ഞാൻ ഇതിനെക്കുറിച്ച് ശരിക്കും പഠിച്ച് കുറുക്കി സൂപ്പാക്കുന്ന പോലെ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചതാണ്. ഇനി തെറ്റ് പറ്റൂല. അങ്ങനെ അവസാനവും പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായേ ഇപ്പം വേറെ കാര്യത്തിനെ കുറിച്ചാണ് പഠിച്ചതെന്ന്. അല്ലല്ലോ ഇവനെ മാറിപ്പോയി. വെരി നാച്ചുറൽ, വെരി നാച്ചുറൽ. വാവ്, ഇതെന്താ ഇത്? അതാണ് ദിസ് ഇസ് എ ചെക്ക് ഡാം. ചെക്ക് ഡാം ആട്ടോ. അപ്പൊ ഇവിടെ ചെക്ക് ചെയ്തിട്ട് നമ്മളെ കയറ്റുള്ളൂ. ചെക്ക് ചെയ്തിട്ട് കയറ്റുള്ളൂ, മേലെ ചെക്ക് ചെയ്യുന്നില്ല. വണ്ടി നമ്മളിവിടെ നിർത്തി നമ്മളൊരു സ്ഥലത്ത് ബിരിയാണി കഴിക്കാൻ വന്നാണ്. ഒരുത്തനും കൂടെ ഉണ്ട് കുളവി. തുമ്പിയുണ്ട്, ജിയോയുടെ മൊത്തം മറ്റേ പവർ സ്റ്റേഷൻ വന്നോക്ക. തുമ്പി കുളവി ഇറങ്ങിയതേ ഉള്ളൂ. ലോക്കിയേ അവൻ പറന്നു വരുന്നുണ്ട് കേട്ടോ. അതെല്ലാം കഴിക്കാം. എൻ്റെ മോനെ വിശന്നിട്ടുണ്ടല്ലോ.
കിളിക്കൂട് പാറി നല്ലതാണോടാ? നല്ല നല്ല കണ്ടതിനെ അറിയത്തില്ല നല്ല. ഒറിജിനൽ വേണമെന്ന് പറയണേ. എന്നാ വേണ്ടേ നിങ്ങൾക്ക്? അത്ര ഹൈദരാബാദ് ബിരിയാണിയാ? എല്ലാവർക്കും അത് തന്നെ, നിനക്കും അത് തന്നെ. എനിക്ക് ചോറ്. പിന്നെ എനിക്ക് ചോറ്. ചോറ് തമാശ കളിക്കല്ലേ? എനിക്ക് ചോറ്. കഴിക്കടാ ചോറ്. ചോറ്. നല്ല കിടിലം ബിരിയാണി കേട്ടോ. ഇവരൊരു വിളമ്പലുണ്ട്. ഇവരൊരു രീതി, ഇത് കുറുമ നല്ല ഹൈദരാബാദി. ഇത് കണ്ടറിയാം ബിരിയാണി ബിരിയാണിയാണ്. അതിൻ്റെ ഇത് ഒറിജിനൽ ഹൈദരാബാദി. നീ എന്തിനാ ചോറ് പറഞ്ഞു? ഇത് പറയത്തില്ല. എന്താ ഇത്? ഈ മസാല കൂട്ടിന്ന് കഴിച്ചേ. നല്ല ബിരിയാണി, ഒറിജിനൽ ഹൈദരാബാദി. ഓഹോ, നല്ല പുളി, നല്ല അല്ലേ? ഇത്രയും വലിയ കോഴിക്കാൽ എവിടെ നിന്ന് ഉണ്ടാക്കുന്നത്? ഇത്രയും വലിയ കോഴിക്കാൽ എവിടെ നിന്ന് കിട്ടുക? എൻ്റെ മോനെ ഇതിൻ്റെ മസാല എന്നാ ടേസ്റ്റാണോ? ഞാനൊരു ഒരു വർഷത്തിന് ശേഷം ഇത്രയും നല്ല ബിരിയാണി കഴിക്കും. ഈ ഹൈദരാബാദിൽ നിന്ന് ബിരിയാണി കഴിക്കും. പ്രത്യേക ഹോട്ടലിൽ കയറി വെക്കണ ഡിഫറെൻറ്റ് ടേസ്റ്റ് അല്ലേ? ഡിഫറെൻറ്റ് ടേസ്റ്റ് അല്ലേ? ദൈവത്തെ തന്നെ ആരും കണ്ണു വെച്ചാക്കല്ലേ, ഞാൻ ഇരുന്ന് പോകും. ഞാൻ എപ്പോഴാ പറയുക അതിന് കണ്ണിൻ്റെ മറ്റേ സാധനം നമുക്ക് കഴുത്തെ കെട്ടണം അല്ലേ? ലിപിന് ചോറ് വന്നു കേട്ടോ. ചോറ്, രസം, പരിപ്പ്, സാമ്പാർ, പപ്പടം, പിന്നെ കിച്ചടിയും കിട്ടി കേട്ടോ. ഇതെന്നാ സാധനം? അത് കീച്ചടി. കിച്ചടി അതിനെന്താ പറയുന്നത്? ലെമൺ റൈസ്. ലെമൺ റൈസ് അത് ഗീ ആട്ടോ. അല്ല, ഗീയ. പരിപ്പ് തൊട്ടപ്പുറത്തെ. ഇതോ? പരിപ്പ്. അതെ, പരിപ്പ. ഇത്രയും നല്ലൊരു ബിരിയാണി ഈ അടുത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഇത്രയും പേര് നിന്ന് പിടിച്ചിട്ട് ആകെ 770 രൂപ നമുക്ക് ആക്കാൻ പറ്റും. ഞാനേ അവരോട് പറഞ്ഞു ഡൽഹി 300 രൂപയാണ് ബിരിയാണി റേറ്റ്. നിങ്ങളവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം 350 രൂപയൊക്കെ 230 രൂപ ഉള്ളൂ. പിന്നെ ആ ബിരിയാണി എന്ന് വെച്ചാൽ ബിരിയാണി കേട്ടോ, പീസിൻ്റെ ഒക്കെ വലുപ്പം കാണും അല്ലേ? ഫൈനലി വണ്ടി എടുക്കാം, ബട്ട് എടുക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കേട്ടോ. എങ്ങനെ എടുക്കൂടാ? അത് എങ്ങനെ എടുക്കൂടാ? ഓടിച്ചോടിച്ചെടുത്തോളൂ. അങ്ങനെ റിവേഴ്സ് എടുക്കേണ്ടി വരും. അങ്ങനെ വേണ്ടതേ, ഇതാ താക്കോണ്ട് ഇതെടുത്ത് വെക്കോട്ടാ പോരെ. ഇവരൊക്കെ സ്ഥിരം വരുന്നതുകൊണ്ട് ഇവർക്കൊക്കെ ഈ ഒരു ഏരിയ ഭയങ്കര മനപ്പാടം കേട്ടോ. അതുകൊണ്ട് മാപ്പൊന്നും വെക്കാറില്ല. ഞാൻ ഇന്നേ വരെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടല്ലോ, അവിടെ തിരിച്ചു വരാൻ മാപ്പ് വെക്കണം, വീണ്ടും അങ്ങോട്ട് പോകണം മാപ്പ് വെക്കണം. എനിക്ക് അങ്ങനെ ഡൽഹിന്ന് തൊട്ട് തുമ്പി മാപ്പിടാതെ കാണപ്പാടം വന്നിട്ട് വരുവാ. തുമ്പിയുടെ ദിവസം ബാംഗ്ലൂർ നിൽക്കണേ. 5 സീലുണ്ട്. അതായത് നമ്മൾ എന്തായാലും ഒരു ദിവസം ബാംഗ്ലൂർ നിൽക്കേണ്ടി വരും കേട്ടോ തുമ്പി. അതെ, ഇന്നലെ മറ്റേ വണ്ടി വരുന്ന ട്രക്കില്ലേ, അത് മഹാരാഷ്ട്രയില് ഒരാളെ ഇടിച്ചിട്ട് അയാൾ മരിച്ചു. നമ്മുടെ ട്രക്കാണ് ഇടിച്ചേ? നമ്മള് ട്രക്കല്ല, ആ റോഡിൽ ഒരു വണ്ടി. എന്നിട്ട് അവിടുത്തെ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു, ഫുള്ള് ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുക. ഇന്നലെ രാത്രിയാ വണ്ടി ട്രക്ക് അവിടെ നിന്ന് വിട്ടത്. ഇന്ന് വരേണ്ട ട്രക്ക് നാളെ നിർത്താതെ ആ ഡ്രൈവർ ഇറങ്ങി ഓടി. അവൻ എന്തായാലും വരണ്ടേ? വണ്ടി അവിടെ ഇട്ടിട്ട് അവൻ അവിടെ തന്നെ വരണ്ടേ? അവൻ ഇറങ്ങി ഓടി. ഇനി കമ്പനിയുടെ ഓണർ വല്ലതും വരുമായിരിക്കും. വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഈ സാധനം ഇങ്ങനെ പൊക്കി വെക്കുക. പല്ലിന് ഇത് നമ്മുടെ പ്രത്യേകത ഒന്നല്ല, എല്ലായിടത്തും മേടിക്കാൻ കിട്ടോട്ടെ സാധനം. അതെന്നാ സംഭവം പോയെന്നാ തോന്നിയത്. മേറെ മേടിക്കേണ്ട സൂപ്പർ ആട്ടോ. പ്രൈവസി ചെയ്ത് ഭയങ്കര എന്നാന്ന് വെച്ചാൽ ഉള്ളിൽ ഇരിക്കുന്ന സാധനം പുറത്തെ ആൾക്കാർക്ക് ഒന്നും കാണില്ല. പുറത്തെ ആൾക്കാർ എല്ലാ സംഭവം നമുക്ക് ഉള്ളിൽ ഇരുന്ന് കാണാം. നമ്മളെ പോലെയുള്ളവർക്ക് ഇതിന്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് എന്നാ പ്രൈവസിയാ? നമ്മുടെ ജീവിതം എന്ന് വെച്ചാൽ തുറന്ന പുസ്തകമാണ്. അതായത് ഗ്ലാസ് എഞ്ചുപടി ആർക്കും പഠിക്കാം. അതെ, അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. അല്ല, തുമ്പിക്ക് എന്നാ തോന്നുന്നത്? ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഗൈസ്. ക്ലൈമറ്റ് അത്ര നല്ലതല്ല കേട്ടോ. ഒരു മങ്ങിയ കാലാവസ്ഥ, ഒരു മങ്ങിയ മൂടിയാണ്. നോക്കിയേ, ഹൈവേ കൊണ്ട് നിർത്തിക്കുക അല്ലേ? ഭയങ്കര ഹോട്ടാട്ടോ. സന്തോഷം. തുമ്പിയുടെ വായുന്നത് കേട്ടല്ലോ. ഇനി തനിക്ക് ജീവിതത്തിലുണ്ടല്ലോ ചൂട് പറ്റത്തില്ല. തനിക്കിനി തണുപ്പേ പറ്റും. മൈനസിൽ നിന്ന് വന്നതിന്റെ പ്രശ്നം. എന്റെ മൈനസ് സമാധാനമുണ്ട്. എനിക്ക് വയ്യ -36. അപ്പത്തേക്ക് തള്ളി ഓടിയെത്തി. അതായത് അത്യാവശ്യം നല്ല ചൂടാട്ടോ ഹൈദരാബാദില്. നമ്മൾ വിചാരിക്കുന്ന ചൂടൊന്നും അല്ല. 29, 30 വണ്ടി കാണിക്കുന്നല്ലേ? ഹൈദരാബാദിൽ 30ആയോ? 30ആയി. ഹൈദരാബാദിൽ വെച്ചിട്ടുണ്ട് ഒരു ക്ലൈമറ്റ്, ചൂട് നിൽക്കുന്ന ഒരു ക്ലൈമറ്റ്, ഇമ്മ്യൂണിറ്റി ലെവൽ ഇവിടെ കൂടുതലായിരിക്കും. അത് ശരിയാട്ടോ നീ പറഞ്ഞു. അതെ അതെ അതെ. നമ്മുടെ നാട്ടിലേക്കൊക്കെ ആയിരിക്കും കേട്ടോ ഇവന് ഈ അരിയൊക്കെ പോകുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾക്ക് അരി വരുന്നത് ആന്ധ്രന്നാണല്ലോ. ആന്ധ്രന്ന് ഏറ്റവും കൂടുതൽ അരി വരുന്നത്. പോകുന്ന വഴിക്ക് തുമ്പി ഏതൊരു വണ്ടി ശ്രീറാമിന്റെ ആടിക്കണ്ടു. അത് കാണാൻ വേണ്ടി പോവാ കേട്ടോ. ഏതാ വണ്ടി? ഇതിന്റെ അത്ര അങ്ങനെ കയറി പോകണ്ട. മൊത്തത്തോടെ പിടിച്ചോണ്ട് പോകുന്നില്ലോടാ. ഇത് നോക്ക്, ഞങ്ങളെ
അങ്ങനെ കറങ്ങി കറങ്ങി ഇതിൻ്റെ അകത്തോട്ട് നടക്കും കേട്ടോ. ലേലം തുടങ്ങിയതാ തുമ്പി തോന്നുന്നത്. എൻ്റെ അമ്മ ഒരു 50 ഏക്കറിന് മേലുണ്ടാവും കേട്ടോ. 50 ഒന്നുമല്ല. AP ഫുൾ AP വണ്ടികളാണല്ലോടാ. ദൂരെ വണ്ടികളാ. എന്തോരെ പുത്തൻ സാനിയൊക്കെ അത് കിടക്കുന്നു. പുത്തൻ സാനി. KSRTC ഇതാ പിടിച്ചിട്ടാക്കുന്നു. പ്രൈവറ്റ് ആണല്ലോ. ആണോ? ആ പ്രൈവറ്റല്ലേ കൊടുക്കുന്നത്. അതേ പിടിച്ചിട്ടാക്കുന്നു അങ്ങ് ദൂരെ. ദേ എന്താ തുമ്പി ഇതാ? ട്രാക്ടറൊക്കെ എന്നാ വിലക്ക് കിട്ടും തുമ്പി? അറിയില്ല. നമുക്കിപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ പൈസ വെക്കുവാണെങ്കിൽ ഇപ്പം തന്നെ എടുക്കാവോ? അങ്ങനെയാണോ ഇവിടെ? NOC ഒക്കെയോ? എല്ലാം എടുത്തു തരും. വണ്ടിയുണ്ടേ, പക്ഷേ ഞങ്ങൾ പോവുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓപ്ഷനിലുള്ള വിളിയാണ്. വിലക്കുറവുണ്ട് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് വേറൊരു സാധനം കണ്ടപ്പോൾ കയറിയതാണ്, പക്ഷെ അത് കിട്ടിയില്ല. എല്ലാവരും എന്താ സ്വപ്നങ്ങളൊക്കെ മേടിച്ച വണ്ടികളായിരിക്കും അടവടയ്ക്കാൻ പറ്റാതെ പോകുന്ന കേട്ടോ. പിന്നെ വേറെ കാര്യം, ഇപ്പം കേരളത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് അല്ല വഴിയിൽ നിന്ന് വണ്ടി പിടിക്കാൻ ഓപ്ഷൻ ഇല്ലല്ലോ. പക്ഷെ കേരളത്തിന് പുറത്തിപ്പം ഫിനാൻസ് വിഷയങ്ങൾ അടവ് അടച്ചില്ലാത്ത വണ്ടിയുണ്ട്, പിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അങ്ങനെ ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂർക്ക് പോകുന്ന റൂട്ടിലാണ്. നമ്മളൊക്കെ ഒരു മാസം മുമ്പേ കേട്ടൊരു വാർത്തയുണ്ട്. അതായത് ഒരു ലക്ഷറി ബസ്സിന് തീ പിടിച്ച് കുറേയധികം ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞ സംഭവം. അതൊരു സ്കാനിയ ബസ്സായിരുന്നു എന്നുള്ളത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അതിൽ ഏറ്റവും കൂടുതൽ കത്താനുള്ള കാരണം അതിൽ ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോൺ ബ്ലാസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ഇത് കത്തിയതെന്ന് പറയുന്നു. പക്ഷേ ഇതിൻ്റെ മെയിൻ സംഭവം ഈ ബസ്സിൽ ഞങ്ങൾ ഇത്ര നേരം കറങ്ങി നടന്നതിൽ ഞങ്ങൾക്ക് മനസ്സിലായത് ഏറ്റവും കൂടുതൽ പെട്രോളിയം മിക്സഡ് ആയിട്ടുള്ള സാധനത്തിനാണ് ഈ ബസ്സിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ തീ പിടിക്കുക. കാരണം ബസ്സിൻ്റെ റെക്സിനും സീറ്റും മറ്റ് സംഭവങ്ങളൊക്കെ ഒട്ടിക്കുന്നതും മറ്റ് അലങ്കാരപ്പണികളൊക്കെ നടന്നതൊക്കെ പെട്രോളിയം ഉൽപ്പന്നം വെച്ചാണ് ഒട്ടിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഈ ഫൈബറിനൊക്കെ തീ പിടിച്ചതാണ്. അപ്പം നമ്മുടെ തൊട്ട് ബേക്കിൽ ഈ കാണുന്ന വാഹനം എന്ന് പറയുന്നത് സ്കാനിയയുടെ ഒരു ബസ്സാണ്. സ്കാനിയ ബസ്സാണ് ഈ ബസ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇരുമ്പ് മാത്രമേ ഉള്ളൂ, വേറൊരു സാധനം ഇതിലില്ല. വണ്ടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ സ്കാനിയയുടെ ബസ് മൾട്ടി ആക്സിൽ ബസ്സാണ്. അപ്പം ഈ ബസ്സിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ്സിലേക്ക് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ബസ്സിന് കാരണം ഞാൻ കണ്ടുപിടിച്ചിട്ട് ഈ നിൽക്കുന്ന മൊത്തം ഫൈബർ ഗ്ലാസിൻ്റെ ബാക്കി പത്രങ്ങളാട്ടോ. ഈ കാണുന്ന മൊത്തം ഫൈബർ ഗ്ലാസിൻ്റെ ബാക്കി പത്രങ്ങൾ. അതായത് ഒരു വണ്ടി ഫ്രണ്ടിൽ നിന്ന് തൊട്ട് ഇവിടെ കത്താൻ തുടങ്ങി ഇത് ഫൈബർ കത്തി തുടങ്ങി. അതായത് ഫൈബർ ഭാഗങ്ങൾ നമ്മൾ കത്തൂലെന്ന് പറഞ്ഞാൽ ഈ ഫൈബർ ഭാഗങ്ങൾ ഏകദേശം പൂർണ്ണമായിട്ട് കത്തിപ്പോയി. ഈ വണ്ടി മൊത്തം നശിച്ചിരിക്കുന്ന ഫൈബർ മെറ്റീരിയലാണ്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മളെ സീറ്റ് കവറില്ലേ, അതിന് പേര് പറയുക സ്കാനിയ ബസിന്റെ ഈ ഒരു അപകടം ഉണ്ടാകാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ വിശദമായി പഠിച്ച ഇത് നോക്കിയേ, ഇതൊരു ടയർ. ഇത് തുമ്പി കമ്പി വരുന്ന നൈലോൺ ആയിരുന്നോ അല്ലെങ്കിൽ മറ്റേതായിരുന്നോ? മറ്റേ നൈലോണും മറ്റേതും ഉണ്ടല്ലോ. ഏതാ കമ്പി വരുന്ന ഏത് ടയറിനായിരുന്നു? റേഡിയലിനല്ലേ? റേഡിയൽ ടയറാണ്. ഇതുണ്ടോ ഇപ്പോൾ കമ്പി വന്നൊക്കെ റേഡിയൽ ആയതുകൊണ്ട് റേഡിയൽ കത്തിപ്പോയതുകൊണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എനിക്കറിയില്ലെങ്കിൽ നിങ്ങൾ തിരുത്ത് അത് പറയുക നൈലോണിൻ്റെ ആണ് ഇതിൻ്റെ ആണെന്നുള്ളത്. അപ്പോൾ ഈ സ്കാനിയ ബസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ കണ്ടം ചെയ്ത് നിന്ന ഒരു ബ്രാൻഡാണ്. അതായത് ഇന്ത്യയിൽ അവർ സ്റ്റോപ്പ് ചെയ്തു പോയി. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇന്ത്യയിൽ റിലയബിലിറ്റി വളരെ കുറവാണ്. അതുമാത്രമല്ല ഈ കാണുന്ന ബസ് നമ്മുടെ ഇന്ത്യൻ നിരത്തിൽ ഓടാൻ നേരത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷനുകൾക്ക് കംപ്ലയിൻറ്റ്, മറ്റ് സംഭവങ്ങൾക്ക് കംപ്ലയിൻറ്റ് അതൊക്കെ വരാറുണ്ട്. അങ്ങനെയാണ് ഇവർ നിൽക്കാൻ പറ്റാതെ പോയതാണ് സ്കാനിയ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം ടാറ്റേനെ ലൈലാൻഡും തുല്യം ചെയ്യുന്നത് വിദേശ രാജ്യത്തെ ടാറ്റയാണ് ഈ പറഞ്ഞ സ്കാനിയയും, വിദേശ രാജ്യത്തെ ലൈലാൻഡാണ് വോൾവോയും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ മേളിൽ ഫോണുകൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചിരുന്നു എന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് ബ്ലാസ്റ്റ് ചെയ്താണ് ഈ സംഭവം വന്നതെന്നാണ് പറയുന്നത്. ബ്ലാസ്റ്റിലൂടെ ഇതിൻ്റെ റെക്സിന് ഇതിൽ ശരിക്കും പറഞ്ഞാൽ പെട്രോളിയം ഉൽപ്പന്നം ചേർത്താണ് ഈ പശകളെല്ലാം ബസ് ഉണ്ടാക്കുന്ന പശകളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പശയിലേക്ക് ഈ പറഞ്ഞ തീ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരും കൊണ്ട് തടുത്തത് നിർത്താൻ പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ വിയറ്റ്നാമിൽ, തായ്ലൻഡ്, ലാവോസ്, കംബോഡിയ, ചൈന, പിന്നെ യൂറോപ്പിലെ കുറച്ച് രാജ്യങ്ങൾ, ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ് സ്ലീപ്പർ ബസ്സുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സീറ്റർ ബസ്സുകളും റിക്ലൈൻ സീറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ബാക്കി സ്ഥലങ്ങൾ ഉപയോഗിക്കുക. അപ്പം ഇങ്ങനത്തെ ബസ്സിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിൻ്റെ ഒരു ചേസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. അതായത് ഈ ബസ് ഇന്ത്യയിൽ ആദ്യം ഇറങ്ങിയ സമയത്ത് സ്ലീപ്പറായിട്ട് ഉണ്ടായിരുന്നിട്ടില്ല.
ആദ്യം സീറ്ററായിട്ടാണ് ഈ വണ്ടി വന്നത്, പിന്നെ ഇതിനെ സ്ലീപ്പറിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് സത്യം പറഞ്ഞാൽ. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു സൈറ്റ് ഇത് അടിച്ചാക്കുന്നുണ്ടോ മേളിൽ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ്, ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ആൾക്ക് കാണാനുള്ള മാത്രമേ ഉള്ളൂ, ബാക്കി മൊത്തം ബോഡിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ കാര്യം പറയാം, ഇതിൻ്റെ അങ്ങേ സൈഡ് മൊത്തം കത്തി, ഈ ഒരു സൈഡിന് മാത്രമേ പൊട്ട, അതായത് ആ ഒരു കത്തിൽ ഇവിടെ വെച്ച് നിന്നു. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്ന ഫയർഫോഴ്സ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഇത്രയും വലിയൊരു സ്കാനിയയുടെ എഞ്ചിന് ഒരു രീതിയിലുള്ള പരിക്കും പറ്റും. എനിക്ക് ഇത്രയും തീ പിടിച്ച് നശിച്ച് നാരണക്കല്ലായി പോയ ഈ കാണുന്നത് എത്ര സിലിണ്ടറാണ് തുമ്പി? 1 2 3 4 5 6 6 സിലിണ്ടർ അല്ലേ? 6 സിലിണ്ടർ ഈ കാണുന്ന സ്കാനിയയുടെ ഇതിന് വേറെ ഒന്നും പറ്റില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ബസ്സിൽ കയറാൻ നേരത്തും നിങ്ങൾ ഇതുപോലെ യാത്രയൊക്കെ ചെയ്യാൻ നേരത്തും വളരെ ശ്രദ്ധിച്ച് വേണം ബസ്സുകൾ ബുക്ക് ചെയ്യാൻ. എപ്പോഴും ബസ് ബുക്ക് ചെയ്യുമ്പം ഇച്ചിരി പുതിയ ബസ് നോക്കി ബുക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ ബസ്സിൻ്റെ സർവീസ് നോക്കി ബുക്ക് ചെയ്യുക. അല്ലാതെ കണ്ട വണ്ടികളൊന്നും കയറിപ്പോയത്. പ്രത്യേകിച്ച് നമുക്ക് ഒരു ബസ്സിൽ നമ്മളൊരു സർവീസ് തിരഞ്ഞെടുക്കാൻ നേരത്തെ നമുക്ക് അത്ര പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് മോശം തോന്നുന്ന സന്ധിക്ക് ഒരിക്കലും കയറിയില്ല. കാരണം എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ പെട്ടു. അതായത് ഇതിൻ്റെ നമുക്കേ പോകുള്ളൂ, ഇതിൻ്റെ അകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഈ അപകടത്തിന് മുന്നേ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ബോഡി കോഡ് വന്നിട്ടുണ്ട്. അതായത് ഈ കാണുന്ന നീ പറഞ്ഞാക്കുന്നില്ലേ റെസിൻ കാര്യങ്ങളൊന്നും വണ്ടിയുടെ അത് ഉപയോഗിക്കരുത്. പിന്നെ വേറെ പ്ലാസ്റ്റിക്, പിന്നെ വേറെ കാര്യം ബോഡി കോഡില് പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രിൽ നിന്ന് പോകുന്ന സാധനം അത് ഒരിക്കലും ബ്ലോക്ക് ആക്കരുത്. സെൻട്രലിലെ ഡ്രൈവറിനെ ക്യാബിനായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ ഇറങ്ങി പോകാൻ വേണ്ടിയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ ഇതിന് മുമ്പേ ബോഡി കോഡ് വന്നു, പക്ഷേ പ്രാബല്യത്തിൽ എത്തിച്ച സമയം എടുത്തു. പക്ഷേ ഈ അപകടം വന്നപ്പോഴത്തേനും പ്രത്യേകിച്ച് ബോഡി കോഡ് ഇച്ചിരി കൂടെ സ്പീഡിലാക്കി അല്ലേ പിന്നെ ഗൈസ്. അതായത് ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാട്ടോ. ഇത് കണ്ടോ നീ നേരത്തെ പറഞ്ഞില്ലേ ഫൈബറിന്റെ കേസ് പറഞ്ഞില്ലേ, ഇതൊരു ഫൈബർ പാർട്ടാണ്. ഇത് കണ്ടോ, ഇതെല്ലാം ഫൈബർ പാർട്ടാണ്. ഇതൊക്കെ കത്തുമ്പോഴാണ് സംഭവം സ്പീഡ് ഉണ്ടോ. അതിന്റെ ഇതുണ്ട്, ഇത് ശരിക്കും ഗ്ലാസ് ആട്ടോ, ഫൈബർ ഗ്ലാസ് എന്ന് പറയും. ഇതുണ്ടോ അതിന്റെ ബാക്കി കാണുന്ന സാധനം എന്ന് പറയാം. 19 പേര് ഇതിൻ്റെ അകത്ത് വെന്ത് മരിച്ചു കേട്ടോ. നോക്കിയേ, അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അന്ന് ഭയങ്കര ബഹളവും ഭയങ്കര ചെക്കിങ്ങും ഇവിടെ ഭയങ്കര പിടുത്തമൊക്കെ ആയിരുന്നു. ലാസ്റ്റ് ഒന്നും നടന്നില്ല. അതായത് ഇപ്പൊ കണ്ടില്ലേ ഇതിലെ ഓടുന്ന വണ്ടിക്ക് വേറെ ഒരു ഡോറും കൊണ്ട് വെട്ടിപ്പൊളിച്ച് പുറത്തുണ്ടാക്കിയേക്കുന്നുണ്ടോ. ഈ അപകടത്തിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ നേരത്തെ ഈ സ്കാനിയ എന്ന് പറയുന്ന സാധനം നല്ല വണ്ടിയാണ്. വാ കയറി വാ എൻ്റെ അകത്തോട്ട് കയറി വാ. ഇത് കണ്ടോ, ഇങ്ങോട്ട് വന്നേ. മൊത്തം കത്തി നാശി. സത്യം പറഞ്ഞാണല്ലോ ഈ സാധനം ഒരു ശവകുടീരമാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കി എത്ര പേര് ഇതിൻ്റെ അകത്തിരുന്ന് വെന്ത് മരിച്ചതെന്നറിയാമോ. അതേപോലെ ഈ അപകടം തന്നെ ഈ വണ്ടിയുടെ ഡോറ് ക്ലോസ് ആയിരുന്നു. ഇതുണ്ടോ, പുറത്തിറങ്ങാൻ പറ്റിയില്ല അവർക്ക്. ഇതുണ്ടോ ക്ലോസ് ആയത്. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് ഇതിൻ്റെ അകത്തൊക്കെ ഇരുന്നായിരിക്കും ആൾക്കാർ വെന്ത് മരിച്ചിട്ടുണ്ടാവുക. നോക്കിയേ തുമ്പി, ഇതിൻ്റെ അകത്തൊക്കെ ആയിരിക്കും വെന്ത് മരിച്ചത്. നോക്കിയേ ഇങ്ങ് വന്നിട്ടല്ലേ കേട്ടോ, മൊത്തം ഫൈബർ ആയത് വണ്ടി. ഇതുണ്ട് പൈപ്പ് വന്നുണ്ട്, ബേക്കിലേക്കുള്ള കണക്ഷൻ 2+1 ആയിരുന്നു കേട്ടോ. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഇത് രണ്ടാമത് കെട്ടിയതാ. സ്കാനിയ വന്ന സമയത്ത് ഇതില്ലായിരുന്നു, രണ്ടാമത് കെട്ടിയത്. സ്കാനിയ വന്നപ്പോൾ സ്ലീപ്പർ ഇല്ലായിരുന്നു, ഇത് രണ്ടാമത് പണിതാ. നോക്കിയേ ഇതിൻ്റെ എവിടെയൊക്കെയാണ് ആക്സിഡൻറ്റുണ്ടോ. എൻ്റെ കർത്താവേ, നോക്കിയേ എൻ്റെ ഉള്ളിൽ നോക്കിയേ. ഓ എങ്ങനെ രക്ഷപ്പെടാനാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ എമർജൻസി എക്സിറ്റ് ഉണ്ടോ? ഈ കാണുന്നതാണ് എമർജൻസി എക്സിറ്റ്. അതായത് ഈ സൈഡിൽ കിടക്കുന്ന എങ്ങനെ ചാടാനാ? ഇവനെ സൈഡിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ ഇച്ച വയസ്സ് തന്ന ആൾക്കാരായിരിക്കും. ഗ്ലാസ്സോ എന്തെങ്കിലും സാധനം തല്ലിപ്പൊടിക്കാൻ അവർക്ക്. ഇത് എത്ര സീറ്റാ തുമ്പി? ഇത് 40 ആയിരിക്കൂലേ? 36 തോന്നുന്നു. 36 ആൾക്കാർ അറ്റ ടൈമിൽ രക്ഷപ്പെടാൻ നോക്കി കഴിഞ്ഞാൽ നടക്കുമോ? ഒരു മനുഷ്യന് കറക്റ്റായിട്ട് നടന്നു പോകാൻ പറ്റില്ല. നീ നോക്കിയവനെ പറ്റൂല. നമ്മളെ പോലെ തടിച്ചിട്ടുള്ള ആൾക്കാർക്ക് പറ്റൂല. വീതി കുറവാടാ സ്കാനിയക്ക്. 42. ഇത് ശരിക്കും കമ്പനി ഇറക്കുന്ന അവിടെ 2 ഇവിടെ 1 അല്ലേ, അങ്ങനെയാണ് സീറ്റ് ഇറക്കിയാക്കുന്നത്. പക്ഷെ എൻ്റെ ദൈവമേ, ഇത് രണ്ടാമത് സ്കാനിയ ഇന്ത്യയിൽ സ്ലീപ്പറായിട്ട് വന്നിട്ടില്ല കേട്ടോ. ഇതെന്തോ വലിയ അപാധകളുണ്ടോ ഈ വണ്ടിയിൽ അല്ലേ? ഉണ്ട്. ഭയങ്കര ക്രൂരമായിപ്പോ കേട്ടോ. ഒരു സാധനം ഈ വണ്ടിയുടെ ബാക്കിയില്ല കേട്ടോ. ഇതിന്റെ സ്റ്റിയറിംഗ് ലൈൻ കമ്പി പോലും. എന്ത് സ്റ്റിയറിംഗ് നോക്കി, ആ വട്ടം എന്ത് വട്ടമൊക്കെ പോയി കത്തിപ്പോയി. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയായിരുന്നു കേട്ടോ. എന്ത് അതിൻ്റെ എല്ലാം കത്തിപ്പോയി മാറിക്ക്. ഓട്ടോമാറ്റിക് ആയത്. ഇവിടെ ഒന്നും ഒരു സാധനമില്ല കേട്ടോ. നോ ഹിയർ ഇതറേ യൂറോപ്യൻ സ്പെക്ക് വണ്ടികൾക്കൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഓ തുമ്പി ഉള്ളിൽ കയറുമ്പോഴല്ലോ കണ്ണി കിളി മാറിപ്പോ. കാരണം അത്രയും പേർക്ക് കയറി നിൽക്കാനുള്ള സംവിധാനം ഇല്ല വണ്ടിയിൽ. ഉയ്യോ എന്നതാ ഇത്, എത്ര ശരിക്കും ശവകുടീരം അല്ലേ? അല്ല, ഇത് അപകടം വിളിച്ചു വന്ന സാധനം, അത് വിളിച്ചു വരുത്തിയതാ. പോയിക്കൊക്കെ
എല്ലാ ചില്ലുകളും എമർജൻസി എക്സിറ്റാണ്. പക്ഷെ ആദ്യ സമയങ്ങളിൽ ഈ ഒരു ഡോറും ബേക്കിലെ ഡോറും ഫ്രണ്ടിലെ ഡോറും മൊത്തം 3 എമർജൻസി എക്സിറ്റ് ആയിരുന്നു. നോക്കിയേ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു അപാകത നോക്കിയേ. ആകെ ഇത്രേ ഉള്ളൂ, ഫുള്ളായിട്ടില്ല സാധനം. അവിടെ ക്ലോസ് ആക്കി വെച്ചേക്കുന്നുണ്ട് 2 സ്ഥലത്ത്. ഒരാൾക്ക് ഇറങ്ങാനൊന്നും പറ്റൂല അതിൻ്റെ അകത്തൂടെ. കേട്ടോ ഇവിടെ ഇതുപോലെ ക്ലോസ് ആക്കി വെച്ചേക്കും. ഇതുണ്ടോ ഇവിടെ ഇതുപോലെ ക്ലോസ് ആക്കി വെച്ചേക്കുക. പുതിയ നിയമപ്രകാരമേ എല്ലാം മാറി ഇനിയിപ്പോൾ ഇങ്ങനത്തെ പരിപാടി നടക്കില്ല. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഈ സ്കാനിയ രണ്ടാമത് റീബിൽഡ് ചെയ്താ കേട്ടോ. ഇത് ഒറിജിനൽ സ്ലീപ്പർ ആകാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ 2017 വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. 2017 സ്ലീപ്പർ ഇറങ്ങിയിട്ടുണ്ട് സ്കാനിയയിൽ. പക്ഷെ അത് ഫെയിലായിരുന്നു. കമ്പനി തന്നെ നിർത്തി. കമ്പനി ഉണ്ടല്ലോ ഈ സ്കാനിയ എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയിൽ സക്സസ് ആവില്ലെന്നുണ്ട് അവരൊന്ന് വിട്ടുപോയതാട്ടോ. വോൾവോനെ ഇവിടെ പറ്റിപ്പിടിച്ചാണ് നിൽക്കുന്നത് അല്ലല്ലോ ഇവനെ. അതെ ഇനിയിപ്പോൾ മൾട്ടി ആക്സിലും കൂടെ ഇറങ്ങാൻ നേരത്തെ എന്താ അവസ്ഥ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. അത് കാര്യമായിട്ട് ഇവൻ പറഞ്ഞു. വേറെ കാര്യമുണ്ട് ഇവനെ. ഇങ്ങനെ നമ്മൾ ഈ വണ്ടീൻ്റെ അതൊക്കെ സഞ്ചരിക്കാൻ നേരത്തെ ഇപ്പം ഏച്ചെട്ടിയ വണ്ടി ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇതിനൊന്നും എമർജൻസി ഒരിക്കലും ചൊവ്വാവില്ല. വണ്ടി എങ്ങനെയാണ് ബിൽഡ് ചെയ്താക്കുന്നത്, എന്താ സീറ്ററായിട്ട് ബിൽഡ് ചെയ്താക്കുന്നത്. അപ്പം ഇപ്പുറം 2ഉം അപ്പുറം 1ഉം ആയിരിക്കും സീറ്റ്. അതിനുള്ള നടക്കാനുള്ള കറക്റ്റ് സ്ഥലം ഉണ്ടാവും അല്ലേ? അതന്നെയല്ലേ പറഞ്ഞേ. ഇപ്പുറം 2ഉം ഇരിപ്പിലല്ലേ പക്ഷേ ഈ സ്ലീപ്പർ എണ്ണം കൂടിയോ കിടപ്പില് കറക്റ്റാ അല്ലേ? അതായത് 4 ഇരിപ്പ് സീറ്റിന്റെ ഇതിന് ഒരു കിടപ്പ് സീറ്റ് അതൊന്ന് രക്ഷപ്പെടാനൊക്കെ ഭയങ്കര പാടാട്ടോ. എൻ്റെ ദൈവമേ, അത് ശരിക്കും പറഞ്ഞൊരു ഹൊറർ മൂവ്മെന്റ് അവിടെ നടക്കുന്നല്ലേ. സത്യം. ഈ ഇത്ര പേര് മരിച്ച സ്ഥലമാണെന്നറിയാം. ബസ്സാണ്. എന്നിട്ട് അത് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ അപാര ചെക്കിംഗ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇവനെ ഈ ഇരിക്കുന്ന ബസ്സാണ് നമുക്ക് ഗ്ലാസ് തല്ലി പിടിച്ച് എങ്ങനെയെങ്കിലും ഇറങ്ങി വരാം. ഈ സ്ലീപ്പറിന്റെ അത് പെട്ടതല്ലേ. പിന്നെ വെൽക്കം ബാംഗ്ലൂർ. ഫൈനലി ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ് ഗായ്സ്. നമുക്ക് ദീപുവിനെ കൂട്ടാനുണ്ട്. 30 കിലോമീറ്റർ കഴിഞ്ഞ് പുള്ളിക്കാരനുണ്ട്. നമ്മുടെ കൂടുതലുള്ള പയ്യൻ പോയി കേട്ടോ. അവൻ ബസ്സിന് കയറിപ്പോയി ബാംഗ്ലൂരിൽ നിന്ന് ഗോ ടു ഹോം. ഞങ്ങൾക്ക് ഒരു ദിവസം കൂടെ ഇവിടെ നിൽക്കണം, എന്നാലേ വണ്ടി കിട്ടുള്ളൂ. കൂടുതൽ വിവരങ്ങൾ ദീപുവിനെ കണ്ട് ഹോട്ടൽ എടുത്തിട്ട് സംസാരിക്കും. ഞങ്ങളുടെ ടോൾ ഫ്രീ നമ്പറായ വിളിക്കുക. അതെ, പുറകിലിരിക്കുന്ന ലിബിനാണ് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്. ഈ വിളിച്ചതിന് നന്ദി. നിങ്ങൾ കെബിനായിട്ട് സംസാരിക്കാൻ 1 അമർത്തുക. അതെ, നിങ്ങൾ ലിബിനായിട്ട് സംസാരിക്കാൻ 2 അമർത്തുക. ആരുമായിട്ട് നിങ്ങൾ 3 അല്ല തുമ്പിയായിട്ട് സംസാരിക്കാൻ 9 അമർത്തുക. ഗൈസ് ഇനിയിപ്പം പിന്നെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് കാണാം കേട്ടോ. ഞങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൽ ഡ്യൂട്ടി ഉണ്ട്. ബിഗൊക്കെ എടുത്തിട്ടില്ലേ? ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടി. ഇന്ന് പോയി കിടന്ന് ഉറങ്ങണം. 2 ദിവസമായിട്ട് ഉറക്കാം അല്ലേ? പക്ഷെ ക്ഷീണമില്ല കേട്ടോ. 2 ദിവസമായിട്ട്